ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്നദ്ധം കരതാനി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ആ വേണു ആരാ വരാന്തിന് ഒന്ന് നോക്കൂ. മാഷേ, അതൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2-3 ദിവസമായി മാഷ അന്വേഷിച്ചു വരുന്നു. വരാൻ പറയും, ഞാൻ ഇല്ലായിരുന്നല്ലോ. അതെ, അകത്തേക്ക് വരൂ. നമസ്കാരം മാഷേ. നമസ്കാരം. അല്ല, ആരിത് മനോഹരനോ? താനിപ്പോ എവിടെയാ? കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. മനോഹരം തന്നെ. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. വിശേഷമൊക്കെ പിന്നെ പറയാം. എന്താണാവോ കാര്യം? വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എന്താണ് ഇത്ര സീരിയസ് ആയ കാര്യാവോ? എനിക്ക് 30 വയസ്സായി മാഷെ. അതാണോ ഇത്ര സീരിയസ് ആയ കാര്യം? കൂടെ പഠിച്ചവരും അതിനുശേഷം പഠിച്ചവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളും കുടുംബവുമായി സുഖമായി ജീവിക്കുന്നു. ഞാൻ മാത്രം ഇപ്പോഴും ഒറ്റയാൻ. അതൊക്കെ തനിക്കാവാലോ. എന്റെ മാഷെ, ജോലിയും കൂലിയും ഇല്ലാത്ത എനിക്ക് ആര് പെണ്ണ് തരാനാണ്? ചേട്ടാ, ഇത് വലിയ കുരിശായല്ലോ. എന്റെ പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു, അവർക്ക് കുട്ടികളായി. ഇനിയിപ്പോ ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സോടൊന്ന് അന്വേഷിക്കട്ടെ. താൻ എന്താ കരുതിയത്? ഇത് സ്കൂളാവോ മാരേജ് പോകാവോ? മാഷെന്താ എന്നെ കളിയാക്കണോ? മനോഹര, നീ വന്ന കാര്യം പറ. മാഷിക്കറിയാലോ, പാവം എന്റെ അച്ഛൻ രാവും പകലും കഷ്ടപ്പെട്ട് ചോര നീരാക്കി സർക്കാർ സ്കൂളിൽ വിടാതെ കനത്ത ഫീസും ഡൊണേഷൻ നൽകി എന്നെ ഈ സ്കൂളിൽ ചേർത്തത് ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ, അതുവഴി അച്ഛന് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ. താൻ നന്നാവാത്തതിന് ഞാൻ എന്ത് പഠിച്ചു? ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ അധ്യാപനം എന്ത് പഠിച്ചു? അതൊന്നും എനിക്കറിയില്ല. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഈ സ്കൂളിൽ ചെലവാക്കിയ കാശിന്റെ കണക്ക് എനിക്ക് കരതലാമലകമാണ്. ചില്ലിക്കാശ് കുറയാതെ അതെനിക്ക് തിരിച്ചു വേണം. അതുവഴി വേണം എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ, പുതിയൊരു ജീവിതം കരുപിടിപ്പിക്കാൻ. എടോ മനോഹര, ഇത് നല്ല തമാശ. കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യം. ഏതെങ്കിലും സ്കൂൾ അധികൃതർ അടച്ച കാശ് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുത്തതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും എനിക്കറിയില്ല, അറിയുകയും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അടച്ച കാശ് എനിക്ക് തിരിച്ചു വേണമെന്ന്. വേണമെങ്കിൽ അതൊരു പുതിയ ചരിത്രമായിക്കോട്ടെ. താനാര് പുതിയ ചരിത്രം വയ്ക്കാൻ? മഹാത്മാഗാന്ധിയുടെ അനന്തരനാണ്. ഞാൻ പറഞ്ഞല്ലോ മാഷെ, ഇത് തമാശയല്ല. അച്ഛനടച്ച കാശിന്റെ കണക്ക് എനിക്ക് കരുതലാമലകമാണെന്ന്. ദാ ലിസ്റ്റ്, ഇതിലെല്ലാം ഉണ്ട്. വേണം. പരിശോധിച്ച് രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട് കാശ് തിരിച്ചു തന്നാൽ മതി.
അതെ, ഞാനൊന്ന് ഇവിടുത്തെ സ്റ്റാഫ് കൗൺസിലുമായി ആലോചിക്കട്ടെ. നീ തൽക്കാലം പുറത്തു വയ്ക്കും. പെട്ടെന്ന് വേണം മാഷെ, പോയിട്ട് അല്പം ധൃതിയുള്ളതാ. കാശ് കിട്ടിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകും ഈ മനോഹരൻ. നീ തൽക്കാലം പുറത്തു വയ്ക്കും. വേണു, താൻ പോയിട്ടേ നമ്മുടെ സ്റ്റാഫ് കോഴ്സിലെ അധ്യാപകരില്ലേ, അവരൊന്നും പെട്ടെന്ന് വരാൻ. ഇപ്പൊ പറയാം. താൻ ഈ കസേരയ്ക്ക് ഒന്ന് അറേഞ്ച് ചെയ്യും. ഓരോ കുരിശുകൾ കയറി വരുന്നത്. എന്താ മാഷേ അടിയന്തരമായി വിളിപ്പിച്ചതാണ്? പറയാം, നിങ്ങൾ ഇരിക്കും. പറയാം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് അടിയന്തരമായി വിളിച്ചത്. എന്താ മാഷേ പ്രശ്നം? ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു പുതിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാനറിയാം. ഒരു 10-15 വർഷം മുമ്പ് ഇവിടുന്ന് പഠിച്ചു പോയാൻ ഒരു മനോഹരൻ. അവൻ തന്നെ മനോഹരൻ. മാഷിന്റെ സ്കൂൾ നാടകങ്ങളിലൂടെ അഭിനയം പഠിച്ചവൻ, പിന്നീട് പല നാടക സമിതികളിലും തിളങ്ങി നിന്നവൻ. അവൻ എന്താ അപ്പൊ പ്രശ്നം? അതെ, അവൻ തന്നെ. അവന്റെ കൂടെ പഠിച്ചവരും അതിനുശേഷം പഠിച്ചവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളും കുടുംബമായി സന്തോഷത്തോടെ കഴിയുന്നു. അവനിപ്പോഴും ഒറ്റയാണത്രേ. എന്താ, വർഷം കൂടുന്നോറും പ്രായം കൂടില്ലേ? അതല്ല പ്രശ്നം. അത് നമുക്കറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് അവന് പെണ്ണ് കിട്ടാത്തതും കുട്ടികളാവാത്തതും നല്ല ജോലി കിട്ടാത്തതും. അതെ, നിങ്ങൾ ശിക്ഷിച്ചതല്ല, ഇതവൻ പ്രശ്നമാക്കിയിരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ അവനെ വിളിക്കാം. എന്താ, ഒതുക്കത്തിൽ അവനെ കൈകാര്യം ചെയ്യണം. ഇവിടെ തന്ന പരാതി പിൻവലിച്ച് നമുക്കും അവനും പരിക്കില്ലാത്ത രീതിയിൽ അവനോട് പടിയിറങ്ങില്ല. എന്താ, അത് ഏറ്റല്ലോ. വേണം, വിളിക്കാം. മനോഹര, മീറ്റിംഗ് കഴിഞ്ഞല്ലോ, തീരുമാനമായല്ലോ. എന്റെ കാശ് തരൂ, എനിക്ക് പോണം. എന്റെ മാഷെ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ കാശ് തരൂ, എനിക്ക് പോണം. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണം. എന്റെ കാശ് തരൂ. മനോഹര, നീ അവിടെ ഇരിക്കും. ഞാൻ ഇരിക്കാൻ വന്നതല്ല, എന്റെ കാശ് തരൂ, എനിക്ക് പോണം. മനോഹര, അവിടെ ഇരിക്കും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. മനോഹരൻ, എത്ര മനോഹരമായ പേര്.
പേര് പോലെ തന്നെ ആളും നീ മനോഹരൻ തന്നെ. മാഷ് എന്നെ വല്ലാണ്ട് സൂചിപ്പിക്കണ്ട. ആട്ടെ, നിനക്ക് ഈ പിഷാരടി മാഷെ ഓർമ്മയുണ്ടോ? പിഷാരടി മാഷെ ഞാൻ എങ്ങനെ മറക്കാനാ? മാഷെ, കിട്ടാനുള്ള കാശിന്റെ കണക്ക് ഞാൻ കരുതലാമലകം പോലെ കടലാസിലാക്കി എക്സാമിന് നൽകിയിട്ട് മാഷ് വെറുതെ സമയം കളാതെ ആ കാശിങ് മേടിച്ചു തരും. നിൽക്ക്, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? കരുതലാമലകം എന്താ ആ വാക്കിന്റെ അർത്ഥം? എന്താ മാഷേ ഇത്? ഉള്ളം കൈയിലെ നെല്ലിക്ക. ആ വാക്ക് നിനക്ക് എവിടെന്നാ കിട്ടിയത്? എന്റെ മാഷെ, പിഷാരടി മാഷ ക്ലാസ് എന്നല്ലേ ഞാൻ ആ വാക്ക് പഠിച്ചത്. തൃപ്തിയായി. ഇക്കണ്ട കാലം അത്രയും ഒരുപാട് പേരെ മലയാളം പഠിപ്പിച്ചു, പലരും നല്ല നിലയിലും എത്തി. പക്ഷേ ആ വാക്കിന്റെ അർത്ഥം അത് തെറ്റാതെ നിനക്ക് മാത്രമേ പറയാൻ അറിയൂ. അതിന്റെ അർത്ഥം അറിയൂ. എന്റെ 32 വർഷത്തെ അധ്യാപന ജീവിതം സഫലമായിരിക്കണോ? ടീച്ചറെ, മനോഹര കുട്ടി, നീ ഇവിടെ നിറഞ്ഞിട്ട് ഇത്രയും കാലം എവിടെ ആയിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു? എന്റെ ഷമീന ടീച്ചറെ, സ്കൂളിലെ എന്റെ നാടകത്തിലെ അഭിനയം കണ്ട് പല കലാസമിതികളും എന്നെ ഏറ്റെടുത്തു. അങ്ങനെയോ? പല വേദികളിലും ഞാൻ തിളങ്ങി. പിന്നീട് നാടക സമിതികൾ തമ്മിൽ വൃത്തികെട്ട മത്സരമായി അടിച്ചു പിരിഞ്ഞു. നിവൃത്തിയില്ലാതെ എനിക്ക് നാട് വിടേണ്ടി വന്നു. പിന്നെ നീ എന്ത് ചെയ്തു മനോഹര? പല സ്ഥലത്തും പോയി. ബോംബെ, മദ്രാസ്, കൊട്ടേക്കാട്, കല്ലേപ്പുള്ളി. ഒന്നും ഗുണം ചെയ്തില്ല. അയ്യോ, അവസാനം വെറുതെ നെട്ടോട്ടമായിരുന്നു. 1 വർഷം മുമ്പ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പോൾ അച്ഛൻ കിടപ്പിലാണ്, അമ്മ ആകെ തളർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാശ് കിട്ടിയിട്ട് വേണം എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ. അയ്യോ മനോഹര, ഇത് നടന്നത് തന്നെ. കണക്ക് ഒരു കൃത്യമാണല്ലോ മനോഹര. നീ വാര്യർ മാഷിന്റെ കണക്ക് ക്ലാസ് കൃത്യമായി പഠിച്ചിരിക്കുന്നു. വാര്യർ മാഷേ, എനിക്ക് മാഷെ കണക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ മാഷിന്റെ ചൂരലിന്റെ ചൂട് ഇപ്പോഴും എന്റെ ചന്തിയിലുണ്ട്. നീ മിടുക്കനാണ്. a+b² a-b² സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ലാതെ ജീവിതത്തിന്റെ കണക്കൊന്നും ഇപ്പോഴും എനിക്കറിയില്ല. ഇതുപോലെ ഒരു കണക്ക് തയ്യാറാക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല. മാഷെ, ഇത് ജീവിതമാണ്. ഇത് ഈ കണക്ക് സാർക്ക് നല്ലതാണെന്ന് ബോധ്യമായല്ലോ. എന്റെ കാശ് വേഗം മേടിച്ചു തരാൻ പറയൂ. ഇത് കിട്ടിയിട്ട് വേണം എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ. വേഗം മേടിച്ചു തരൂ. നീ എന്താ അവിടെ? മനോഹര, നീ കാശ് വാങ്ങിയിട്ട് പോയാ മതി. അതാരത്? പിടിച്ചു കൊടുത്താൽ ഞാൻ എച്ചം പറഞ്ഞിട്ട് വന്നതാ. ഞാനോ? എപ്പ പറഞ്ഞോ? എന്റെ ചാക്കര് എന്തോ കുല്ലുസേന ഉണ്ടാക്കിയെന്നോ പള്ളിപ്പൊളി ഉണ്ടാക്കിയെന്നോ ഒക്കെ പറഞ്ഞ് എച്ചം വിളിച്ചിട്ട് വന്നതാ. അതെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നാളെ ഇല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവൂ. പ്രശ്നമാണ്. എനിക്ക് വാര്യർ മാഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണാവോ? മാഷേ, ഈ a+b² a+b² സൈൻ തീറ്റയും കോസ് തീറ്റയും ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാ? ഉണ്ടാ? ഇല്ല. ഈ കാലിത്തീറ്റയും കോഴിത്തീറ്റയും മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. വേണു, എനിക്ക് തന്നെ വന്നതാണ്. എനിക്ക് പോവാനും അറിയാം മാഷേ. ഞാൻ പോവും. വേണു, മോനെ മനോഹര,
നീ കാശ് വാങ്ങിയിട്ട് പോയാ മതി. പേടിച്ചിട്ടേ പോകൂ. ആ ശരി. എന്റെ മാഷെ, ഞാനിവിടെ നാടകം കാണാൻ വന്നതല്ല. എന്റെ കാശ് തരൂ, എനിക്ക് പോണം. Don't make me mad. I am fed up with my life. Even not in a position to commit suicide. I have to start from zero. അല്ല മനോഹര, നീ ഞാൻ പഠിപ്പിച്ച ഇംഗ്ലീഷ് ഒന്നും മറന്നിട്ടില്ല. ഗുഡ് ബൈ, വെരി സ്മാർട്ട്. എന്റെ ടീച്ചറെ, വിശക്കുന്നവന്റെ വായിൽ എന്തും വരും, എന്തും വഴങ്ങും. ഇതൊന്നും എവിടെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. എന്നാലും നീ എന്നെ മറന്നിട്ടില്ല. പക്ഷേ ഇവിടെ 2 ജയശ്രീ ടീച്ചർമാരുണ്ടായിരുന്നല്ലോ. ടീച്ചർ PC ജയശ്രീ ടീച്ചറല്ലേ? അതെനിക്കറിയാം. അപ്പോ നീ എന്നെ മറന്നിട്ടില്ല. എന്റെ ടീച്ചറെ, ആകെ കാണാൻ കൊള്ളാവുന്ന ഒരു ടീച്ചറല്ലേ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. മാഷേ, എന്റെ കാശ് തരൂ, എനിക്ക് പോണം. മനോഹര, നീ ആ ശാലിനിയുടെ പുറകെ ആയിരുന്നല്ലോ കുറെ കാലം. എന്റെ പിന്നെന്തേ ടീച്ചറെ, അവളെ കെട്ടിയില്ല? ശാലിനിയും അപർണയും ഒക്കെ വന്നു പോയി. എന്റെ ടീച്ചറെ, എനിക്കെന്തെങ്കിലും സ്ഥിര വരുമാനം വേണ്ടേ? അവളെയൊക്കെ അനീഷിനെ പോലെ നല്ല ചെറുപ്പക്കാർ അടിച്ചോണ്ട് പോയി. അയ്യോ പാവം. ഇങ്ങനെ എല്ലാവരും കൂടി എന്നെ ശവത്തി കുത്ത്. അടുത്തത് ടീച്ചറിന്റെ അടുത്തേക്ക് ഇത് ഗ്രൗണ്ട് അല്ല, ഇതെന്റെ ഓഫീസ് റൂമാണ്. അത് ഞാൻ നോക്കിയിട്ട് ഒപ്പിടാം. ടീച്ചർ പോയിട്ട് അരമണിക്കൂർ വരും, ഇത് അർജന്റ് മീറ്റിംഗ് ആണ്. ആ അല്ല, താൻ ആ തള്ള മനോഹരനല്ലേ? താനെന്താ എന്ത് മനോഹരൻ? തള്ള മനോഹരൻ അല്ലേ? ആണോ? ഇങ്ങോട്ട് നോക്കാം. അതെ അതെ, ഇയാളെന്താ ഇവിടെ? ഇപ്പം പണ്ട് ഇവിടെ പഠിച്ചു പോയതിന്റെ ഫീസ് തിരിച്ചു കൊടുക്കണം. നടക്കുന്ന കാര്യമാണ്. ആ എടാ, തനിക്ക് നല്ല തണ്ട് തടിയില്ലേ? പോയി അന്ന് അധ്വാനിച്ചൂടെ? എനിക്ക് പ്രാണവേദന, ടീച്ചർക്ക് വീണവേദന. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചു പിന്നെന്താ? മനോഹര, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഫിസിക്സ് മാഷ്, ഊർജതന്ത്രം. മാഷതന്ത്രങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ വിലപ്പോയില്ല. പക്ഷേ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം മനസ്സിലാക്കി ശരിക്കും പറഞ്ഞിരുന്നത് നീ മാത്രമായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. To every action there is an equal and opposite reaction. ഏതൊരു പ്രവർത്തനത്തിനും അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ്. ഓഹോ, നീ ഇത് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. നീ മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. എനിക്ക് തൃപ്തിയായി. മിടുക്കൻ. എന്റെ മാഷെ, ഇതൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അടിച്ചാൽ തിരിച്ചടിക്കും. ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. അല്ലാതെ ഇതൊരു ഫിസിക്സ് നിന്ന് പഠിച്ചല്ല. മാഷെ ഒരു ഊർജ തന്ത്രം. എന്റെ മാഷെ, കുറെ നേരമായല്ലോ. എല്ലാവരെ കൊണ്ടും നമ്മളെ ഇട്ട് ഇതാക്കുന്നു. വേഗം എന്റെ കാശെടുക്കൂ, എനിക്ക് പോണം. തരാടോ. അതിനു മുമ്പ് ഞങ്ങൾക്കും ഇതുപോലെ കണക്കിന്റെ ലിസ്റ്റ് തയ്യാറാക്കാനുണ്ട്. ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ 4 വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ സ്കൂളിൽ ചേർന്നു. 12 വർഷം നീ നന്നായി പഠിച്ചു. സകല കലകളിലും നിപുണനായി. അതിപ്പോ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കെല്ലാവർക്കും കരുതലാമലകമാണ്. മാഷ, ഞാൻ പോയിട്ട് പിന്നെ വന്നാലോ? ഇരിയല്ലോ അവിടെ.
മനോഹരം. നിന്റെ അച്ഛൻ നിന്റെ പഠനത്തിന് വേണ്ടി ഈ സ്കൂളിൽ അടച്ച കാശിന്റെ എത്രയോ ഇരട്ടി അറിവായും അനുഭവമായും കഴിവായും നീ ഇവിടുന്ന് ആർജിച്ചിട്ടുണ്ട്. അതിന്റെ മൂല്യം ഇപ്പോ ഞങ്ങൾ കണക്കാക്കിയിട്ട് ഇതുപോലൊരു ലിസ്റ്റ് തരാം. അതടച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. എന്റെ മാഷ എനിക്ക് കാശ് വേണ്ട, ഞാൻ പോട്ടെ. എലി പോലെ വന്നത് എലി പോലെ പോയി. വിലയറിയാത്ത അധ്യാപകരുടെ മഹത്വം അറിയാത്ത പഠനത്തിന്റെ വില അറിയാത്ത വീട്ടിൽ കൂശ്പാട്ടം. എഞ്ചിനീയർമാർ സൗധങ്ങൾ നിർമ്മിക്കുന്നു, ചിത്രകാരന്മാർ നല്ല ചിത്രങ്ങൾ നിർമ്മിക്കുന്നു, ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റുകൾ നിർമ്മിക്കുന്നു. പക്ഷേ അധ്യാപകർ അവരെ എല്ലാം നിർമ്മിക്കുന്നു. കരതലാമലകം ഇവിടെ പൂർണ്ണമാകുന്നു. കരതലാമലകത്തിൻ്റെ രചനാ സംവിധാനം സുനിൽ കല്ലേപ്പുള്ളി. അരങ്ങിൽ അഭിനയിച്ചവർ രമേശ്, വാര്യർ മാഷ്, പ്രവീൺ ജോർജ്, ഊർജതന്ത്രം മാഷ് കൃഷ്ണൻകുട്ടി, രക്ഷിതാവായി വന്നത് അനീഷ് ആലുവ, ഷമീൻ ടീച്ചർ നമ്മുടെ സ്വന്തം ഷമീന, സരള ടീച്ചർ, ജയശ്രീ ടീച്ചർ, നമ്മുടെ പ്രവീൺ ജോർജ്, പ്രവീൺ ജോർജിന്റെ ഭാര്യ. പ്രവീൺ ജോർജിന്റെ ഭാര്യ എന്താ മാഷേ? വലിയ പ്രവീൺ, എന്താ മാഷേ നല്ല നമ്മുടെ പ്യൂണായി വന്നത്, വേണുവായി വന്നത് നമ്മുടെ സജിത്ത്, മനോഹരനെ ഇവിടെ മനോഹരനാക്കിയ ഗ്രൗണ്ടിൽ നിന്ന് ഓഫീസ് റൂമിലേക്ക് വിശദമായി എത്തിയത് ശൈല സുനിൽ. താങ്ക് യു. ഹലോ, ഞങ്ങളെ സുനേട്ട ഒരു മിനിറ്റ്. ഞങ്ങളെ എല്ലാവരെയും ഒരു ഈ നാടകം എന്താണെന്ന് അറിയാത്ത എല്ലാവരെയും നാടകം പഠിപ്പിച്ച് ഞങ്ങളെ ഈ സ്റ്റേജിൽ ഈ നിലയിലെത്തിക്കാൻ കഴിഞ്ഞ സുനിലേട്ടന് ഞങ്ങളുടെ വക ഒരു സ്നേഹോപഹാരം ഈ പൂവായിട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു കാര്യം പറയാനുണ്ട്.